ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കിഡിലൻ ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ്. ഈ ഒരൊറ്റ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് വീട്ടിലെ പാത്രങ്ങൾ, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ്, അതുപോലെ ടൈലുകൾ, കൗണ്ടർ ടോപ്പ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കിച്ചണിലെ പാത്രം മുതൽ ബാത്റൂം വരെ ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി. ഞാൻ എന്നും പറയുന്ന പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വീട് മുഴുവൻ ക്ലീനാക്കി എടുക്കാൻ എക്സോയുടെ ഇതുപോലെയുള്ളൊരു കട്ട സോപ്പ് മാത്രം മതി കേട്ടോ. ഈ സോപ്പ് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് പഴയ കുക്കറിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താലും മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം പിടിക്കും കേട്ടോ, ആ ഒരു സോപ്പ് ഫുള്ള് മെൽറ്റായി കിട്ടാനായിട്ട്. എനിക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പ് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനെന്താ ചെറിയ ചെറിയ പീസുകളൊന്നുമല്ല, എന്നാലും കുറഞ്ഞ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സോപ്പ് മുഴുവനായിട്ട് ഇതുപോലെ പീസുകളാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സാധാരണ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് എവിടേക്കാണോ അതിനനുസരിച്ചുള്ള വെള്ളം വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അത്രയും വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു കപ്പിന് അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ധാരാളം മതിയാവും. കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് ആ സോപ്പൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ സോപ്പൊക്കെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ലൊരു ഗ്രീൻ കളറായിട്ടുണ്ട്. എല്ലാ സോപ്പും ഒന്ന് മെൽറ്റാവുന്ന വരെ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ തന്നെ തുടരണം. ഇപ്പോൾ അതാ ഇത് നല്ല പോലെ തിളച്ച് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്, സോപ്പൊക്കെ മെൽറ്റായിട്ടുണ്ട്. അടിവശത്ത് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് സോപ്പ് മുഴുവനായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാത്രം കഴുകുന്ന സോപ്പ് ഇതുപോലെ നമ്മൾ ലിക്വിഡ് ആക്കിയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, സാധാരണ നമ്മൾ സോപ്പ് വെച്ചിട്ട് പാത്രം കഴുകുന്ന സമയത്ത് പാത്രത്തിൻ്റെ ആ സോപ്പിൻ്റെ പാടുകൾ കാണാറുണ്ട്. അതില്ലാതെ പാത്രം നീറ്റായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. ഞാൻ പൊതുവേ ഇതുപോലെയുള്ള ഡിഷ് വാഷ് ബാർ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കീപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലും അതിൻ്റെ ഒരു സ്മെല്ല് പോവുകയോ അതല്ലെങ്കിൽ പത കുറഞ്ഞു പോവുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതേപോലെ തന്നെ ആ ഒരു ലിക്വിഡ് അവിടെ ഉണ്ടാവും. നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ അടച്ചു വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതാ ഈ ബോട്ടിലേക്ക് മുഴുവനായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നനഞ്ഞൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പിലുള്ള എണ്ണമയായാലും അഴുക്കായാലും നല്ല രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും, നല്ലൊരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇനി അടുത്തതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്ന പാത്രങ്ങളാണ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും എത്ര കഴുകിയാലും തീരാത്ത ഒന്ന് തന്നെയാണ് കിച്ചണിലെ പാത്രങ്ങൾ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടയിൽ ഈ സോപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് കുറേ സമയം നമുക്ക് പോവാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ സോപ്പ് വെച്ചിട്ട് കഴുകുന്ന സമയത്ത് പാത്രങ്ങളിലൊക്കെ സോപ്പിൻ്റെ പാടും ഉണ്ടാവാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിതാ സിങ്ക് നിറയെ പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം എല്ലാം ഒന്ന് ഞാൻ ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് അഴുക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഓരോ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് എല്ലാ പാത്രത്തിലേക്കും അടിക്കാതെ എല്ലാ വശത്തും എത്തുന്ന രീതിയിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കത് നന്നായിട്ട് പതഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിതാ കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പാത്രങ്ങളിൽ സോപ്പ് തേക്കുന്ന സമയം നമുക്കവിടെ ലാഭിക്കാൻ പറ്റും. സമയവും ലാഭം മാത്രമല്ല ഒത്തിരി പണി നമുക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാ വശത്തും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് കഴുകിയെടുക്കാം.
ഞാൻ പാത്രം കഴുകാനായിട്ട് സ്പഞ്ചൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കുകയാണ് കേട്ടോ. വേറെ സോപ്പൊന്നും ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടില്ല. ഇതുപോലെ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ പതയുണ്ട്. മാത്രമല്ല നമുക്ക് പാത്രമൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ പതഞ്ഞ് കിട്ടുന്നുണ്ട് എനിക്ക്. ഇങ്ങനെ ഓരോ പാത്രങ്ങളായിട്ട് ഞാൻ കഴുകിയെടുത്ത് വരാം. ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുന്നോളം പാത്രങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും. മാത്രമല്ല പാത്രത്തിലൊന്നും സോപ്പിൻ്റെ പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനും പറ്റും കേട്ടോ. ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം താഴത്തെ ഉള്ള പാത്രങ്ങൾ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകിയതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അടിയിലുണ്ടായിരുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ ഞാൻ സ്പ്രേ ചെയ്തിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകിയെടുത്ത് വരാം. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് അടുത്ത ക്ലീനിങ് ടിപ്പിലോട്ട് പോവാം. ഞാൻ കുറഞ്ഞ സമയം കൊണ്ടാണ് എല്ലാ പാത്രങ്ങളും കഴുകിയെടുത്തിട്ടുള്ളത്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് സിങ്കിലെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം സിങ്കിലേക്ക് ഞാൻ അതേ സ്പ്രേ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തവണ നമ്മൾ യൂസ് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും സിങ്കൊക്കെ എനിക്ക് നല്ലപോലെ പതഞ്ഞ് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പാണ് കേട്ടോ. അപ്പം ആ ഒരു ബർണറിലേക്ക് ആവാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ എത്ര അഴുക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവായിട്ട് കിട്ടും. നല്ല പോലെ പതഞ്ഞും വരും കേട്ടോ. ഇതുപോലെ എല്ലാ വശത്തും ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. 1-2 തവണ നമ്മൾ തുണി നനച്ച് തുടച്ചെടുത്താൽ തന്നെ ഗ്യാസ് സ്റ്റൗ നല്ല പോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. ഞാൻ 2 തവണ 3 തവണ ഇതേ രീതിയിൽ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 തവണ നനഞ്ഞ തുണി വെച്ചിട്ടും 1 തവണ ഉണങ്ങിയ തുണി വെച്ചിട്ടാണ് തുടച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഗ്യാസ് സ്റ്റൗ എനിക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഗ്യാസ് സ്റ്റൗ വെച്ചതിൻ്റെ പുറകിലുള്ള ടൈലാണ്. അതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ നമ്മൾ 1-2 തവണ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വശത്ത് ഒരു കുഞ്ഞഴുക്ക് കാണുന്നുണ്ട്. അവിടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഷെൽഫിൽ വെച്ചിട്ടുള്ള ഷീറ്റാണ്. ഈ ഷീറ്റിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ ആ ഷീറ്റ് ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ആ ഷീറ്റിൻ്റെ എല്ലാ വശവും ഒന്ന് നനച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സ്പ്രേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഷീറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നന്നായിട്ട് തന്നെ അഴുക്കുണ്ട്. നല്ലപോലെ ഞാൻ ആ സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ജസ്റ്റ് നമ്മൾ ഉരയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അഴുക്കെല്ലാം എനിക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട്. എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ളതായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ്. പിന്നെ ഈ സോപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല എഫക്റ്റീവാണ് കേട്ടോ. നമുക്ക് ഷീറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എനിക്ക് കണ്ടില്ലേ, ഷീറ്റും നല്ലപോലെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ അവസാനത്തെ ക്ലീനിങ് ടിപ്പിലോട്ട് പോവാം. ഇനി ഇതേ സൊല്യൂഷൻ വെച്ചിട്ട് അവസാനമായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്ന ബാത്റൂമാണ്. നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ബാത്റൂമിൽ ക്ലോസറ്റിലൊക്കെ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും സമയം കളയാതെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിക്കുന്ന സമയത്ത് തന്നെ എത്ര അഴുക്കുണ്ടെങ്കിലും അതുപോലെ വെള്ളത്തിൻ്റെ കറ, തുരുമ്പ് പോലെയുള്ള കറയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് പോയി കിട്ടും കേട്ടോ. എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഞാനിത് ആ ബ്രഷ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലോർ അടിക്കുന്ന ബ്രഷാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ടോയ്ലറ്റിലെ ഫ്ലോറ് മുഴുവനായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. എല്ലാ വശവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ട് ഉരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത് തന്നെ തുരുമ്പുകറയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. അപ്പം ഞാനിതാ എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈലൊക്കെ എനിക്ക് നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ആ അഴുക്കൊക്കെ പോയി നല്ല പോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രം കഴുകുന്ന സോപ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.